നമസ്കാരം. ഏപ്രിൽ 19 വെള്ളിയാഴ്ച, അതായത് ഇന്നേ ദിവസം ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. അത്തരത്തിലൊരു പ്രാധാന്യം ഇന്നേ ദിവസത്തിനുണ്ട്. ഈ ദിവസം കാമത ഏകാദശി വ്രതം ആചരിക്കുന്ന ദിവസമാണ്. കൂടാതെ ഇന്ന് ചന്ദ്രൻ സൂര്യന്റെ രാശിയായ ചിങ്ങത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സൂര്യൻ, ബുധൻ, വ്യാഴം എന്നിവയുടെ സംയോജനവും മേടത്തിൽ രൂപപ്പെടുന്നു എന്ന കാര്യവും ഓർക്കുക. കാമത ഏകാദശി നാളിൽ ഗ്രഹങ്ങൾക്കും രാശികൾക്കും ഇടയിൽ വൃദ്ധിയോഗം, ധ്രുവയോഗം, രവിയോഗം, മകം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും രൂപാന്തരപ്പെടുന്നു എന്നതാണ് വാസ്തവം. ഇന്നേ ദിവസം നോക്കുകയാണ് എങ്കിൽ ജ്യോതിഷപ്രകാരം ചില രാശിക്കാർക്ക് ഇന്ന് വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം കടന്നു വരാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. ഇന്ന് ഏകാദശിയുമായി ബന്ധപ്പെട്ട പൂജകളിൽ ഏവരും ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഇന്നേ ദിവസം ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. കാരണം മിഥുനം രാശിയിലുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഇന്നേ ദിവസം സ്വന്തമാക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി ഉയരുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ തുടക്കങ്ങൾ ജീവിതത്തിലേക്ക് കുറിക്കുവാനോ അല്ലെങ്കിൽ ഇന്നേ ദിവസം അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയോ വിജയം നേടുവാനുള്ള, ജോലിയിൽ വിജയം നേടുവാനുള്ള സുവർണാവസരം പോലും നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാകുന്നു. ജോലിയുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകളും ജോലിയിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ബിസിനസ് പരമായി നോക്കുകയാണ് എങ്കിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കഠിനമായി പരിശ്രമിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. കുടുംബജീവിതം ശുഭകരമായി പുരോഗമിക്കുകയും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ധനപരമായ നേട്ടങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയം എന്ന് മനസ്സിലാക്കുക. മറ്റൊരു രാശി തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായ സമയമാണ് ഇപ്പോൾ എന്നതാണ് വാസ്തവം. കാരണം തുലാം രാശിക്ക് ഇപ്പോൾ വ്യക്തിപരമായോ തൊഴിൽപരമായോ ജീവിതത്തിൽ പുരോഗതിയും വിജയവും നേടുവാൻ സാധിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. തുലാം രാശിക്കാർക്ക് ഇത്തരത്തിൽ അനുകൂലമായ ഒരു കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്നേ ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ അനുകൂലമായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. തൊഴിൽപരമായ പുരോഗതിയും വിജയവും ബിസിനസ് പരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ഈ സമയം ശുഭകരമായ സമയങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്നതായ സമയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കഠിനാധ്വാനം ഒരു വ്യക്തി ചെയ്യുന്നതിന്റെ പൂർണ്ണമായ ഫലം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടിയാണ് ഇത്. ജോലിയുള്ളവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭകരമായ ദിവസം എന്ന് നിസ്സംശയം പറയാം. ലാഭം നേടിത്തരുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ദൈനംദിന ജോലികൾ വളരെ ഉത്സാഹത്തോടെ ചെയ്യുവാൻ സാധിക്കും. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവരുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം സമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ജീവിതത്തെ ബാധിക്കുവാൻ സാധ്യത കുറവുള്ള ഒരു സമയം കൂടിയാണ് ഇത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും ഐശ്വര്യവും ഉയർച്ചയും വന്ന് ചേരുന്ന ദിവസം തന്നെയാണ് ഇന്ന്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം.
കാരണം വലിയ രീതിയിലുള്ള സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു ദിവസം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ആരോഗ്യം ഏറ്റവും മികച്ചതായി തീരുന്നതായ അവസരം എന്ന കാര്യവും ഓർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സജീവമായിരിക്കുന്ന അവസരം കൂടിയാണ് ഇത്. ഈ സമയം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സമയം ചെലവഴിക്കാനുള്ള അവസരവും അവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ സൂചനകൾ ലഭിക്കുന്നതായ ദിവസം എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മീയപരമായ കാര്യങ്ങളിൽ പ്രവർത്തനങ്ങളിൽ സജീവമായി നിങ്ങൾക്ക് ഇടപെടുവാനും പങ്കെടുക്കുവാനും സാധിക്കുന്നതായ സമയം. ഈ സമയം ധനപരവും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുക, സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് ഒരു സുവർണാവസരം തന്നെയാകുന്നു. കാരണം പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ദിവസം. പ്രിയപ്പെട്ടവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അനുകൂലമായ പല കാര്യങ്ങളും ലഭിക്കുന്നതായ സമയം. സമ്മാനങ്ങൾ പോലും ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അത്ഭുതകരമായി തന്നെ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം പങ്കാളിയുമായി കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്നു ചേരും. സർക്കാരുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ, സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾ പൂർണ്ണമായും ആരോഗ്യവാനായി തീരും, അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. പ്രധാനപ്പെട്ട പല ജോലികളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അഥവാ കൃത്യമായി തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ജോലികൾ കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽപരമായി മുന്നേറ്റങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ ധനപരമായ ഉയർച്ച അത് സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. തീർച്ചയായും ധനപരമായ നേട്ടങ്ങളും വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ഗാർഹികമായ അന്തരീക്ഷം അല്പം സമാധാനപരമായിരിക്കും എന്ന കാര്യവും നിങ്ങൾക്ക് അനുകൂലമായ കാര്യമാകുന്നു. ഈ സമയം തർക്കങ്ങൾ, കലഹങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.